കാളിദാസ് ആദ്യഘട്ടത്തിൽ തലസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. വലിയ പോരാട്ടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തലസ്ഥാനം ആര് പിടിക്കും എന്നുള്ള ചോദ്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. അതിശക്തമായിട്ടുള്ള പോരാട്ടം, ത്രികോണ മത്സരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത്. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെയും കോർപ്പറേഷനിൽ BJPയും LDFും തമ്മിലായിരിക്കും പോരാട്ടം എന്നുള്ളതാണ് ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് ഒരുപടി മുന്നേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, പ്രചാരണത്തിനിറങ്ങുന്നു. അത്തരത്തിൽ കോൺഗ്രസ് പ്രചാരണ രംഗത്ത് വലിയ ആവേശത്തോടെ ഇറങ്ങിയതോടുകൂടിയാണ് തിരുവനന്തപുരം നഗരസഭ ആര് പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു കണക്കുകൂട്ടലും ഇല്ലാതെയായി പോയത്. ത്രികോണ മത്സരം, മൂന്ന് മുന്നണികളും ഒരേപോലെ മത്സരം നടത്തുന്നു തിരുവനന്തപുരം നഗരസഭയിൽ എന്നുള്ളതാണ്. LDFന് നഗരസഭയിൽ തുടരാൻ കഴിയുമോ? പ്രതിപക്ഷത്ത് നിന്ന് BJPക്ക് തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കഴിയുമോ? അതോ കോൺഗ്രസ് മുന്നേറി കയറി വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വലിയ മത്സരം നടക്കുന്നു ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് എന്നുള്ളത് കൂടി എടുത്തു പറയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ ആയിട്ടാണ് എല്ലാ മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അഭിമാന പോരാട്ടമാണ്. വലിയ വിജയം UDFന് നേടിയെടുക്കേണ്ടതായിട്ട് ഉണ്ട്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് UDFന്റെ വിജയം എത്രത്തോളമായിരിക്കും, അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധത ഉണ്ട് എന്നുള്ളതാണ് NDAയും അതുപോലെ തന്നെ UDFും പറയുന്നത്. അത് മറികടന്ന് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ നേടിയ വിജയം അത് നിലനിർത്തുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു വിധിയെഴുത്ത് കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അതുകൂടി ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BJP എല്ലാ സ്ഥലങ്ങളിലും, ചില വാർഡുകളിലൊക്കെ തന്നെ BJPക്ക് സ്ഥാനാർത്ഥികളില്ല എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ലാതെ BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഗ്രാമപ്രദേശങ്ങളിലെ വാർഡുകളിലായാലും അതുപോലെ തന്നെ കോർപ്പറേഷനിലായാലും പ്രതിപക്ഷത്താണ് നിലവിൽ BJP ഉള്ളത്. കോർപ്പറേഷൻ ഇത്തവണ പിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് BJP രംഗത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ നേരത്തെ കാളിദാസൻ പറഞ്ഞതുപോലെ സംസ്ഥാന തദ്ദേശ സാധാരണഗതിയിൽ പൊതുവായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകാറുള്ളത് അടിസ്ഥാന വിഷയങ്ങളാണ്. ഗ്രാമീണ പ്രദേശങ്ങളിലാണെങ്കിൽ റോഡുകളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് സാധാരണഗതിയിൽ വോട്ട് ചെയ്യാൻ ആളുകൾ പോകുന്നത്. അതായത് മുന്നണി രാഷ്ട്രീയത്തിന് അപ്പുറം വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യാറുള്ള ഒരു പതിവ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ആ മാനങ്ങൾക്കൊക്കെ മാറ്റം വരുന്ന ഒരു തദ്ദേശീയ തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയണം. കാരണം ജനങ്ങൾക്ക് മുന്നിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആര് ഭരണത്തിൽ വരണം എന്നതുകൂടി കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും മുന്നണിയെ നോക്കി, സ്ഥാനാർത്ഥിയെ നോക്കി, പാർട്ടിയെ നോക്കിയൊക്കെയാണ് വോട്ട് ചെയ്യാൻ പോവുക. അതുകൊണ്ട് തന്നെ അടിസ്ഥാന വികസനങ്ങൾക്കും അപ്പുറം കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പല വിവാദങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ എല്ലാ മുന്നണികൾക്കും പരസ്പരം പഴിചാരാൻ ഓരോ വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്ന സ്വർണ്ണപ്പാളി വിവാദം, അത് NDAയും UDFും വലിയ തരത്തിൽ ആയുധമായിട്ട് പ്രചാരണ രംഗത്ത് ഉൾപ്പെടെ ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് വലിയ തരത്തിൽ ചർച്ചയായി, വലിയ വിവാദമായി ഉയർന്ന വിഷയം. അത് UDFനെതിരെ ആയുധമാക്കി LDFും NDAയും രംഗത്തുണ്ടായിരുന്നു. NDA സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെയാണ് NDAക്കെതിരെ ആയുധമാക്കിയത്. അപ്പോൾ മൂന്ന് പേർക്കും പരസ്പരം പഴിചാരാൻ ഓരോ വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ പ്രചാരണത്തിന് അവർ ആയുധമാക്കി ഉപയോഗിച്ചു, ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി ആർക്കൊപ്പം നിൽക്കും ജനം എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. എന്തായാലും ഇതിനോടകം തന്നെ ബൂത്തുകളൊക്കെ തന്നെ സജീവമായി തുടങ്ങി. രാവിലെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നത്. പല സ്ഥലങ്ങളിലും നേതാക്കന്മാർ ഉൾപ്പെടെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ വോട്ട് ചെയ്ത് പോയി. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപി വോട്ട് ചെയ്ത് മടങ്ങി. മറ്റ് നേതാക്കന്മാരൊക്കെ തന്നെ വരും സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ളതാണ്. അതിനുശേഷം അവരുടെ പ്രതികരണം ഉൾപ്പെടെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും തലസ്ഥാനത്ത് സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ത്രികോണ
മത്സരം ആര് പിടിക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പടി മുന്നേ ആരംഭിച്ച പ്രചാരണവും അതുപോലെ തന്നെ മറ്റ് പരിപാടികളുമൊക്കെയാണ്. KS ശബരിനാഥനെ നിയമസഭ MLA ആയിരുന്ന ഒരു വ്യക്തിയെ നഗരസഭാ വാർഡിൽ ഇറക്കിയാണ് കോൺഗ്രസ് തങ്ങളുടെ പ്രചാരണം ശക്തമാക്കിയത്. അത് ചില മുൻവിധികൾ കണ്ടുകൊണ്ട് തന്നെയാണ്, ചില പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം ആരാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള ഒറ്റ പേരിലേക്ക് ഇരു മുന്നണികളും എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഉയർന്നു കേൾക്കുന്ന കുറച്ചധികം പേരുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ NDA സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാക്കളുടെ R ശ്രീലേഖയുടെയും VV രാജേഷും ഒക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളവും SP ദീപക് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ, RP ശിവജിയുടെ പേരുകൾ ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. ഒറ്റ പേരിലേക്ക് ഇരു മുന്നണികളും എത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥിനെ മുൻനിർത്തിയാണ് കോൺഗ്രസ് പ്രചാരണം തുടങ്ങിയത് തന്നെ. എന്തായാലും 10 നിലവിൽ കോൺഗ്രസ് UDFന്റെ കോർപ്പറേഷനിലെ ഒരു സീറ്റ് എന്ന് പറയുന്നത്. ആ 10-ൽ നിന്ന് 51+ എത്തിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ആത്മവിശ്വാസം. K മുരളീധരനാണ് UDFന്റെ പ്രചാരണത്തിന് തലസ്ഥാനത്ത് നേതൃത്വം നൽകിയത്. എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ നേടിയ 51 സീറ്റാണ് LDF നേടിയിട്ടുണ്ടായിരുന്നത്. BJPയെ സംബന്ധിച്ച് NDA സംബന്ധിച്ചിടത്തോളം 34 സീറ്റുകളാണ് NDA നേടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നുമാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം NDA നടത്തുന്നത്. ഇതിനിടയിൽ തന്നെ ചില പ്രതിസന്ധികൾ, അതിപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണപ്പാളി വിഷയം വലിയ രീതിയിൽ ആഞ്ഞടിക്കും, പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളവും അത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എത്തരത്തിലായിരിക്കും പ്രതിഫലിക്കുക ഈ പോളിംഗിനെ എന്നുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ NDA സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ വലിയൊരു പ്രതിസന്ധി, തങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി BJPക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. പ്രത്യേകിച്ച് തിരുമല, തൃക്കണ്ണാപുരം വാർഡുകൾ BJPക്ക് വലിയ സ്വാധീനമുള്ള വാർഡുകളാണ്. ആ മേഖല, അത് തിരുമല, അതുപോലെ തന്നെ തൃക്കണ്ണാപുരം, തിരുവല്ലം, തുരുത്തുമുല, അത് ഒരുമിച്ച് കിടക്കുന്ന വാർഡുകളാണ്. ഈ വാർഡുകളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണ BJP വലിയ വിജയം നേടുകയും വലിയ പ്രതീക്ഷ ഇത്തവണ വെച്ചു പുലർത്തുകയും ചെയ്ത വാർഡുകളാണ്. തിരുമല അനിലും അതുപോലെ തന്നെ തൃക്കണ്ണാപുരത്ത് ആനന്ദ് K തമ്പി, ഇവരുടെ മരണം അത് ഈ BJPക്ക് ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. പ്രത്യേകിച്ച് ഈ 2 വാർഡുകളിലെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ഇരുവരും എന്നുള്ളതാണ്. അതൊക്കെ എത്തരത്തിലായിരിക്കും BJPയെ ബാധിക്കുക എന്നൊക്കെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. എന്തായാലും 3 മുന്നണികൾക്കും പ്രതീക്ഷ ഒട്ടും കുറവില്ല എന്നുള്ളതാണ്. 3 പേരും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ ആർക്കൊപ്പം തലസ്ഥാനം നിൽക്കും എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പോലും ഒരു ഉത്തരം ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രാമീണ മേഖലയിലേക്ക് ചെന്നു കഴിഞ്ഞാലും അത് തന്നെയാണ്. പഞ്ചായത്ത് ആര് പിടിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം LDFന് സ്വന്തമായ സ്ഥലങ്ങളാണ്. തുച്ഛമായിട്ടുള്ള സീറ്റുകളാണ് UDFന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. BJP തൊട്ട് പിറകെയുണ്ട്, NDA തൊട്ട് പിറകെയുണ്ട്. അപ്പോൾ പഞ്ചായത്തുകളിൽ ഭരണം തുടരാൻ LDFന് സാധിക്കുമോ അതോ തിരിച്ചു പിടിക്കാൻ UDFന് സാധിക്കുമോ, വലിയ വിജയം സ്വന്തമാക്കാൻ NDAക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുകയാണ് കാളിദാസ്. എന്തായാലും പോളിംഗ് ബൂത്തുകളിൽ ഇതിനോടകം തന്നെ വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട്. ബൂത്തുകളെ കുറിച്ച് പറയുകയാണെങ്കിലും ഇത്തവണ വലിയ പ്രത്യേകതകൾ ബൂത്തുകൾക്കും കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു തരത്തിലും വോട്ടർമാർക്ക് പ്രയാസം ഉണ്ടാകാത്ത, പ്രതിസന്ധി ഉണ്ടാകാതെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ ചില പോളിംഗ് ബൂത്തുകൾക്ക് വലിയ ആകർഷണീയത കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മോഡൽ, പിങ്ക്, യങ് എന്നീ 3 തരത്തിലുള്ള പോളിംഗ് ബൂത്തുകൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഈ മോഡൽ പോളിംഗ് ബൂത്തുകൾ എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗർഭിണികൾ, ആരോഗ്യാവസ്ഥ മോശമായിട്ടുള്ളവർ, എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉള്ളവർ, അവർക്ക് വേണ്ടിയിട്ടാണ് മോഡൽ പോളിംഗ് ബൂത്തുകൾ ഒരുക്കിയിട്ടുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ആ ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ടാകും. വീൽചെയർ സൗകര്യം ഉൾപ്പെടെയുള്ളവ, പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ആ ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന് യങ് ബൂത്തുകളാണ്. അത് യുവാക്കൾക്ക് വേണ്ടി
മാത്രമുള്ള ബൂത്തുകളാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം സെൽഫി പോയിന്റുകൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടാണ് യങ് ബൂത്തുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ആദ്യമായി എത്തുന്ന കന്നി വോട്ടർമാർക്ക് സ്വീകരണം, അത് എല്ലാ ബൂത്തുകളിലും ആദ്യമായി എത്തുന്ന കന്നി വോട്ടർമാർക്ക് സ്വീകരണം നൽകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന് പിങ്ക് പോളിംഗ് ബൂത്തുകളാണ്. അവിടെ വനിതകളായിരിക്കും ഉദ്യോഗസ്ഥർ. വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ബൂത്തുകളാണ് പിങ്ക് പോളിംഗ് ബൂത്തുകൾ. ഇവിടെ എത്തുന്ന കന്നി വനിതാ വോട്ടർമാർക്കും സ്വീകരണം നൽകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പോളിംഗ് കൂടുതൽ സുഗമമാക്കാനും കൂടുതൽ ആകർഷണീയമാക്കാനുമാണ് ഇത്തരത്തിലുള്ള ചില സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കൂടി പിന്നിടുമ്പോൾ അതിൻ്റെ ഒരു കണക്കൊക്കെ പുറത്തു വരും. അതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. എല്ലാ മുന്നണികളും ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ആ വാർഡുകളിൽ നടന്നിട്ടുള്ള പോളിംഗിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തങ്ങളുടെ വിജയമൊക്കെ നിർണ്ണയിക്കുക. എന്തായാലും വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഈ മുന്നണികൾ ഇപ്പോൾ നിലവിലുള്ളത്. ഈ മുന്നണികളുടെ കാര്യം നമ്മൾ എടുത്തു പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തെയും കൂടി മറക്കാൻ പാടില്ല. സ്വതന്ത്രർ വലിയ പ്രതീക്ഷയോടുകൂടി പല വാർഡുകളിലും വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുന്ന സ്വതന്ത്രർ കൂടിയുണ്ട്. ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ പല വാർഡുകളിലും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളെക്കാൾ വലിയ ആവേശത്തോടെ ഉണ്ടായിരുന്ന സ്വതന്ത്രർ കൂടിയുണ്ട്. അവർക്കും കഴിഞ്ഞ തവണ 4 വാർഡുകളിൽ സ്വതന്ത്രർ ഇവിടെ വിജയിച്ചു എന്നുള്ളതാണ്. പൂന്തുറ, കോട്ടപ്പുറം, ഫോർട്ട്, ഹാർബർ എന്നീ വാർഡുകളിൽ സ്വതന്ത്രരാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ മുന്നണികൾ മാറി സ്വതന്ത്രർ വരട്ടെ, സ്വതന്ത്ര ചിന്ത പറ്റിയൊക്കെ ആലോചിക്കുന്നവർ അത്തരത്തിലുള്ള വോട്ട് മാറ്റി കുത്താനൊക്കെയുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അത് എത്രത്തോളം തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാൻ കഴിയും അതിന്റെ പരിശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. അത് മുന്നണികൾക്കും നിർണായകമാണ് ഈ ഒരു വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഭരണവിരുദ്ധ വികാരം അലയടിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും അല്പസമയം മുമ്പ് VD സതീശൻ വ്യക്തമാക്കിയതും അതുതന്നെയാണ് ഹൈബീഡൻ MP വ്യക്തമാക്കുന്നതും. അത്തരത്തിൽ തന്നെയാണ്. നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. വിനയ രാജ് ഉണ്ട് ഒപ്പം. അതിനു മുമ്പ് ഹൈബീഡന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഒരു വലിയ ജനവികാരം ഭരിക്കുന്ന സർക്കാരിനെതിരെയുണ്ട്. അത് പല വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെല്ലാം ശബരിമല അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ജനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിനെ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നഗരസഭയ്ക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധമാകും. നഗരജീവിതം, urban പ്ലാനിങ്ങിലെല്ലാം പരാജയപ്പെട്ട കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കൂടി വിലയിരുത്തലുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെള്ളക്കെട്ടാണെങ്കിലും കൊതുക് ശല്യമാണെങ്കിലും തെരുവുനായ ശല്യമാണെങ്കിലും എയർ പൊല്യൂഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ വലിയ നിരാശയാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ SIR ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ നല്ല നമ്പറിൽ വരും. പരമാവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഹൈബീഡൻ MP വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിച്ച ആ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എറണാകുളത്ത് നിന്ന് വിനയ രാജ് ചേരുന്നു. വിനയ, ഈ 39 മുനിസിപ്പാലിറ്റികളിലാണ് ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പൊക്കെയാണ്. അതിൽ 3-1 13 മുനിസിപ്പാലിറ്റികൾ എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്തെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ ഹൈബീഡൻ MP സൂചിപ്പിച്ച പോലെയുണ്ട്. അതോടൊപ്പം ഈ വെള്ളക്കെട്ട് വലിയൊരു വിഷയമാണ്. ഒരു പ്രാദേശിക വിഷയമായി ഉയർത്തിക്കാട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടിയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. എന്നിരുന്നാലും ഈ സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ എറണാകുളത്തെ സംബന്ധിച്ചും അത് ഒരു പ്രചരണ വിഷയമായി ഉയർത്തിക്കാട്ടി. എന്നാൽ അത് ഒരു ഫലത്തിലേക്ക്, ഒരു വിജയത്തിലേക്കൊക്കെ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് മുന്നണികളും കരുതുന്നത്. എന്തൊക്കെയാണ് ഇതുവരെയുള്ള വിവരങ്ങൾ? ഈ കടവന്ത്രയിലെ ഒരു ബൂത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണെന്നുള്ള വിവരങ്ങളൊക്കെ കേൾക്കുന്നു. ആരൊക്കെ വോട്ട് രേഖപ്പെടുത്തി വിനയ? കാളിദാസ്, നമ്മളെന്തായാലും ഇപ്പോൾ നിൽക്കുന്നത് മാമംഗലം SNDP ഹാൾ മാമംഗലം ബൂത്തിലാണ്. രാവിലെ ഹൈബീഡൻ MPയും ഭാര്യയും അടക്കം എത്തി വോട്ട് രേഖപ്പെടുത്തി. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ബൂത്തിൽ വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോഴാണ് ആളുകളുടെ എണ്ണം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ സ്ഥാനാർത്ഥികളടക്കം തന്നെ ഈ ബൂത്തുകളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇനി 8 മണിയോട് കൂടി തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് അടക്കം ഇപ്പോൾ
ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കടുത്ത മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ തന്നെയാണ്. അത് തന്നെയാണ് രാവിലെ പോളിംഗ് നടത്തിയ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഹൈബീഡൻ MP അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും നടക്കുക എന്നായിരുന്നു ഹൈബീഡൻ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അത് എറണാകുളം ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അലയടിക്കും എന്ന് തന്നെയായിരുന്നു ഹൈബി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വെള്ളക്കെട്ട്, മാലിന്യ പ്രശ്നം തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതുവരെയും അതിനൊരു പരിഹാരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതെല്ലാം തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ബാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അലയടിക്കുമെന്ന് തന്നെയാണ് പ്രധാനമായും ഈ നേതാക്കളടക്കം വോട്ട് രേഖപ്പെടുത്തിയ നേതാക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. പറവൂരിൽ രാവിലെ പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി P. രാജീവ് 9 മണിക്ക് കളമശ്ശേരിയിൽ വോട്ട് രേഖപ്പെടുത്തും. 7:30 അതായത് അല്പസമയം മുമ്പ് രഞ്ജി പണിക്കർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രമുഖരടക്കം തന്നെ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കൊച്ചിയിലെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് LDF-ഉം UDF-ഉം തന്നെയായിരിക്കും. കാരണം നഷ്ടപ്പെട്ട ഭരണം, കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കാനാണ് UDF ശ്രമിക്കുന്നത്. അതേസമയം ഭരണം നിലനിർത്താനാണ് LDF ശ്രമിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. BJP ആണെങ്കിലും കോർപ്പറേഷനിലേക്ക് ഇത്തവണ സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട്. കടുത്ത മത്സരം തന്നെയാണ് BJPയുടെ സ്ഥാനത്ത് നിന്നും നൽകുന്നത്. 2020 ആണെങ്കിലും ഇത്തവണ കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ 2020 പാർട്ടിക്ക് അടക്കം ഒരു ആധിപത്യമുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം നടക്കുന്ന ഒരു ജില്ല തന്നെയാണ് എറണാകുളം ജില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ തുടക്കം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള പ്രത്യാരോപണങ്ങളുണ്ടായ ഒരു ജില്ല എന്നും നമുക്ക് കൊച്ചിയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം പ്രധാനമായും LDF ഈ കഴിഞ്ഞ 1 മാസം നടത്തിയ പ്രചരണത്തിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്, കൂടാതെ ഷീലോഡ്ജ്, സമൃദ്ധി തുടങ്ങിയ നിരവധി ഈ 5 വർഷക്കാലം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പ്രചരണ സമയത്ത് അല്ലെങ്കിൽ പ്രചരണത്തിനായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ പ്രധാനമായും UDF ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണെങ്കിൽ മറ്റു കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നതാണെങ്കിലും സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, SAR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു UDF പ്രചരണ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. BJP സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BJP ആണെങ്കിലും 2020 ആണെങ്കിലും മാറ്റം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇടത് വലത് സർക്കാരിന്റെ അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമായിരുന്നു ഈ 2 മുന്നണികളാണെങ്കിലും പ്രചരണ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കടുത്ത മത്സരം നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഏകദേശം 7374 സ്ഥാനാർത്ഥികളാണ് ഈ ജില്ലയിൽ മത്സരിക്കുന്നത്. പുരുഷ സ്ഥാനാർത്ഥികളായി 3457 പേരും വനിതാ സ്ഥാനാർത്ഥികളായി 3917 പേരുമാണ് ഇത്തവണ മത്സരിക്കുന്നത്. ആകെ 10834 നാമനിർദ്ദേശ പത്രിക ലഭിച്ചതിൽ 321 നാമനിർദ്ദേശ പത്രിക തള്ളുകയും 3139 പത്രിക പിൻവലിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇനി മറ്റൊന്ന് UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രതിസന്ധിയായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് വിമത സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ജില്ലയിലാകെ 2220 വാർഡുകളിലായി 3021 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. അതിൽ ഏകദേശം 72 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ്, ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് അടക്കം ഉള്ള ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നിലവിൽ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. ഇനി അടുത്തത് അല്ലെങ്കിൽ ആര് ഭരിക്കുമെന്നൊരു കാര്യമാണ്, ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. UDF തന്നെ ഭരിക്കുമെന്നൊരു വിശ്വാസമാണ് ഹൈബി അടക്കമുള്ള നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും ഹൈബിയുടെ MP ആണെങ്കിലും ഈ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ആണെങ്കിൽ ഉള്ളത്. ഇനി 2020 പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ 4 ഗ്രാമപഞ്ചായത്തിലും ഒരു ബ്ലോക്കിലുമാണ് 2020 പാർട്ടി മത്സരിക്കുന്നത്. ഇത്തവണ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കും, കോർപ്പറേഷനിലേക്ക് അടക്കം തന്നെ സ്ഥാനാർത്ഥികൾ ഇറക്കിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ്, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് തന്നെയാണ് 2020 പാർട്ടിയാണെങ്കിലും ഇറങ്ങിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. കാരണം ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും നൽകുന്നത്. ഇത്തരത്തിൽ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കനത്ത മത്സരം, ശക്തമായിട്ടുള്ള മത്സരം, ഒരുപക്ഷെ അഭിമാന പോരാട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ജില്ലയിൽ വരുന്നു. വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്.
മറ്റൊന്ന് എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി P രാജീവും നേർക്കുനേർ വന്ന ഒരു കാര്യം. കാരണം ഈ പാർട്ടികളുടെ പ്രചരണ പരിപാടികൾക്ക് നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അഭിമാന പോരാട്ടം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. UDF-നാണെങ്കിലും LDF-നാണെങ്കിലും അഭിമാന പോരാട്ടം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതാണെങ്കിലും ഈ ഒരു മാസ പ്രചരണ കാലയളവിൽ തന്നെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ കഴിഞ്ഞ തവണയാണെങ്കിലും കൊച്ചിൻ കോർപ്പറേഷനിലെ കക്ഷിനില 33 സീറ്റായിരുന്നു LDF-ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 31 സീറ്റ് UDF-നും BJP-ക്ക് 2, ഓതേഴ്സിന് സ്വതന്ത്രർക്ക് 2 മുനിസിപ്പാലിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ UDF-നായിരുന്നു മേൽക്കോയ്മ ഉണ്ടായിരുന്നത്. 9 സീറ്റായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. LDF-ന് 4 സീറ്റും. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ LDF-ന് 7 സീറ്റും UDF-ന് 6 സീറ്റും ഓതേഴ്സിന് 1 സീറ്റുമായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ UDF-നായിരുന്നു മേൽക്കോയ്മയുണ്ടായിരുന്നത്. 48 സീറ്റായിരുന്നു UDF-ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. LDF-ന് 9 സീറ്റും ഓതേഴ്സിന് 2 സീറ്റുമായിരുന്നു. മൊത്തം അത്തരത്തിലായിരുന്നു കഴിഞ്ഞ തവണ ഈ 2020-ലെ ഒരു നില എന്ന് പറയുന്നത്. ഇനി 2025 വരുമ്പോൾ അതെങ്ങനെ മറിയുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ രാവിലെ 7 മണി മുതൽ തന്നെ ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ നിരവധി വാർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളൊന്നും എന്തായാലും ഉണ്ടാകില്ല. നിരവധി ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. ആര് കൊച്ചി കോർപ്പറേഷൻ ഭരിക്കണം അല്ലെങ്കിൽ ആര് ഭരണം നിലനിർത്തണം എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് ജനവിധി ഇപ്പോൾ ഇവരെഴുതുന്നത്. വിനയരാജാണ് എറണാകുളത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ കൂടി പ്രചരണ ആയുധമാക്കിയായിരുന്നു മുന്നണികളുടെ പ്രചരണം എന്നുള്ളത്. എറണാകുളത്തെ സംബന്ധിച്ച് 2020 പാർട്ടിയുടെ വളർച്ച എത്രത്തോളം എത്തി നിൽക്കുന്നു എന്നുള്ളതിന് ഒരു ഉത്തരം കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നൽകുമെന്നുള്ളതാണ്. പ്രാദേശിക വിഷയങ്ങൾ എറണാകുളത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ നടക്കുന്ന സംസ്ഥാനത്തെ 7 ജില്ലകളെ സംബന്ധിച്ചും നിരവധിയുണ്ട്. നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നു. ബിനീഷ് ആൻ്റണിയുണ്ട് ഇടുക്കിയിൽ നിന്നും. ബിനീഷ്, ഈ പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ എടുത്ത് സൂചിപ്പിക്കുമ്പോൾ ഈ വന്യജീവി ആക്രമണങ്ങൾ മിക്ക ജില്ലകളിലുമുണ്ട്, അല്ലെങ്കിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിലൊക്കെയുണ്ട്. അത് ഇടുക്കിയെ സംബന്ധിച്ച് കുറച്ച് രൂക്ഷമാണ്. അടുത്ത കാലങ്ങളിൽ തന്നെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. ഈ വിഷയങ്ങളൊക്കെ ഉയർത്തി മുന്നണികൾ പ്രചരണം നടത്തിയതിൽ ഇന്നിപ്പോൾ അതിനൊരു ഫലം കാണുകയാണ്. പോരാത്തതിനൊരു സെമി ഫൈനൽ കൂടിയാണ്. ഇടുക്കിയിലെ നില എങ്ങനെയൊക്കെയാണ്? ഇന്നിപ്പോൾ പോളിംഗ് അവിടെ ആരംഭിച്ചപ്പോൾ ഏത് തരത്തിലാണ് അവിടെ പോളിംഗ് പുരോഗമിക്കുന്നത്? തന്നെ ഈ വന്യജീവി ആക്രമണം രൂക്ഷമായ ഒരു പ്രദേശം തന്നെയാണ് ഇടുക്കി. അത്തരത്തിലുള്ള ഈ പ്രചരണ പരിപാടികൾ തന്നെ അത്തരത്തിലൊരു വാഗ്ദാനങ്ങൾ ഈ സ്ഥാനാർത്ഥികൾ നൽകിയിരുന്നു. വന്യമൃഗശല്യം തടയാനുള്ള എല്ലാവിധ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണത്തിൽ തന്നെ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് നൽകി എന്ന് വേണം പറയാൻ. UDF-ഉം LDF-ഉം BJP അടക്കമുള്ള നേതൃത്വങ്ങളാണ് ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയത്. ഏതായാലും ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചിട്ട് മൂന്നാറടക്കമുള്ള പ്രദേശങ്ങളിൽ തണുപ്പ് അതിരൂക്ഷമാണെങ്കിൽ തന്നെയും തൊഴിലാളികൾ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. രാവിലെ പോളിംഗ് കുറവാണെങ്കിൽ തന്നെയും അല്പസമയത്തിനകം തന്നെ പോളിംഗ് കൂടുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം വലിയ രീതിയിലുള്ള തണുപ്പാണ് മൂന്നാറടക്കമുള്ള പ്രദേശങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഏതായാലും ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് 52 ഗ്രാമപഞ്ചായത്തുകളും 8 ബ്ലോക്ക് പഞ്ചായത്തുകളും 2 നഗരസഭകളും 1 ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ 63 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 1036 നിയോജക മണ്ഡലം വാർഡിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടത്തുന്നത്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ 9,07,102 വോട്ടർമാരുണ്ട്. ഇതിൽ 4,46,167 പുരുഷന്മാരും. ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. KC വേണുഗോപാലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ സർക്കാർ വിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബൻസി വലിയ രീതിയിൽ വർക്കൗട്ട് ആകുമെന്നുള്ള ഒരു സൂചനയൊക്കെ നൽകുന്നു. സർക്കാരിനെതിരെ കടുത്ത രീതിയിലൊരു വിരോധമുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഓരോരുത്തരായി പറയുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള പ്രതികരണങ്ങളാണ്. ഒപ്പം ഇത്തരത്തിലുള്ള ചില വിമത ശല്യങ്ങൾ, ചില സ്വതന്ത്രർ ഒക്കെ തന്നെ ഒരു ഭീഷണി ആയേക്കുമെന്നുള്ള
ഒരു ഭയം ഈ മുന്നണികളിലെ നേതാക്കളിലൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തങ്ങളുടെ മുന്നണികളേക്കാൾ കൂടുതൽ വോട്ടുകൾ വിമതർ പിടിക്കുമോ, തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ വിമതർ പിടിക്കുമോ? തിരുവനന്തപുരത്തൊക്കെ വിമതർ UDF വിമതർ കൂടുതലാണെന്നുള്ളതൊക്കെയാണ് കേട്ടത്. നിലവിലെ സാഹചര്യമൊക്കെ വെച്ച് വിമതർ എത്രത്തോളം വോട്ട് പിടിക്കും, സ്വതന്ത്രർ എത്രത്തോളം വോട്ട് പിടിക്കും, അതൊക്കെ തന്നെ ഇതൊരു വിലയിരുത്തലായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കിനിയിപ്പോൾ കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്തെ ഈ വോട്ടെടുപ്പിൻ്റെ വിവരങ്ങൾ നൽകുന്നത് കാർത്തു ആണ്. കാർത്തു, കോട്ടയത്തെ സംബന്ധിച്ച് ഈ കേരള കോൺഗ്രസ് എമ്മിന് LDF വലിയ പരിഗണന കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടി എന്നുള്ളതാണ്. കുറച്ചധികം സീറ്റുകൾ, അതായത് മുൻപത്തേക്കാൾ ഉപരി കുറച്ചധികം സീറ്റുകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാണി ഗ്രൂപ്പിൻ്റെ മുന്നേറ്റത്തിലൂടെ ആ ഒരു കോട്ടയത്തൊന്ന് വ്യാപിക്കാനാണോ LDFിൻ്റെ ശ്രമം? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള പോളിംഗിൻ്റെ വിവരങ്ങൾ? ആരൊക്കെ പ്രമുഖർ ആരൊക്കെ കോട്ടയത്തു നിന്ന് വോട്ട് ചെയ്തു? തീർച്ചയായും കാളിദാസ് പറഞ്ഞ പോലെ കോട്ടയത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഇപ്പോൾ രാവിലെ തന്നെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് പോളിംഗ് ബൂത്തുകളിലടക്കം ആരംഭിച്ചിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. അപ്പോൾ മുതൽ പല ബൂത്തുകളിലായി ഒരു വോട്ടർമാരുടെ തന്നെ ഒരു നീണ്ട നിര പല ബൂത്തുകളിലും കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. രാവിലെ തന്നെ പ്രമുഖരടക്കമുള്ള ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള ആ ഒരു തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ കോട്ടയം ജില്ല ഉള്ളത്. പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തി തുടങ്ങുന്ന ഒരു സമയമാണിത്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പം പല ബൂത്തുകളിലും ആരംഭിച്ചപ്പോൾ മുതൽ ഒരു നീണ്ട നിര തന്നെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ കോട്ടയത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾക്ക് പരിശോധിക്കുകയാണെങ്കിൽ കോട്ടയത്ത് 89 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഉണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഈ 89 തദ്ദേശ സ്ഥാപനങ്ങളിലായി 71 ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളും 6 മുനിസിപ്പാലിറ്റികളിലേക്കും ഒരു ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ എല്ലാ മുന്നണികളും അവരുടേതായ ആധിപത്യം നേരത്തെ തന്നെ ഈ 1 മാസക്കാലം നീണ്ടുനിന്ന പ്രചരണങ്ങൾക്കിടയിലെല്ലാം നടത്തിയതാണ്. തങ്ങളുടെ വോട്ട് അവസാന വോട്ടർമാരെയും കണ്ട് തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം ഇന്നലെ നിശബ്ദ പ്രചാരണം വരെ ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ കണ്ടതെല്ലാം. ഇപ്രാവശ്യം വാർഡ് വിഭജനം എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. 89 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി ഇപ്രാവശ്യം 1611 വാർഡുകളിലേക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. 2020 നിന്നും 99 വാർഡുകളുടെ വർധനവാണ് 2025 എത്തിയപ്പോഴേക്കും ഉണ്ടായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ ആകെ 1233 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. 2020 നിന്നും 83 വാർഡുകളാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൽ 11 വാർഡുകളാണ് വർദ്ധിച്ച് 2025 എത്തിയപ്പോഴേക്കും 157 വാർഡുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും 23 വാർഡിലേക്ക് 2020 നിന്ന് നോക്കുകയാണെങ്കിൽ 23 വാർഡുകളായാണ് ഇപ്പോൾ വർധനവുണ്ടായിരിക്കുന്നത്. കൂടാതെ മുനിസിപ്പാലിറ്റിയിലടക്കം 4 വാർഡുകളാണ് 2020 നിന്നും വർദ്ധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 5285 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. എല്ലാ മുന്നണികളിൽ നിന്നും നോക്കുകയാണെങ്കിൽ 5285 സ്ഥാനാർത്ഥികളാണുള്ളത്. ഇതിൽ 2826 വനിതാ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ 2459 പുരുഷ സ്ഥാനാർത്ഥികളുമാണ് മത്സര രംഗത്തുള്ളത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഇതിൽ ജില്ലാ പഞ്ചായത്തിൽ 47 സ്ത്രീകളും അതുപോലെ തന്നെ 36 പുരുഷന്മാരുമാണ് മത്സര രംഗത്തുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിലായാലും ഗ്രാമപഞ്ചായത്തിലും ആയാലും ഒരു സ്ത്രീ ആധിപത്യം എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. 16,29,096 വോട്ടർമാരാണ് ഇന്ന് അവരുടെ സമ്മതിദാന അവകാശം കോട്ടയം ജില്ലയിൽ രേഖപ്പെടുത്തുക. ഇതിൽ 7,79,269 പുരുഷ വോട്ടർമാരും അതുപോലെ തന്നെ 8,49,815 സ്ത്രീ വോട്ടർമാരുമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. രാവിലെ തന്നെ പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ഒരു നീണ്ട നിര പല ബൂത്തുകളിലും ശ്രദ്ധേയമായിരുന്നു. അത് പ്രകടനം തന്നെയായിരുന്നു. കൂടാതെ തന്നെ 2020 വെച്ച് നോക്കുകയാണെങ്കിൽ 2020 ഒരു ചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മൾ പരിശോധിക്കുകയായിരുന്നെങ്കിൽ കോട്ടയം ജില്ലയിൽ LDFന് ഒരു മേൽക്കൈ നേടി
മേൽക്കൈ നേടിയ ഒരു ജില്ല തന്നെയായിരുന്നു കോട്ടയം എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലായാലും ജില്ലാ പഞ്ചായത്തുകളിലായാലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അടക്കം LDF അവരുടേതൊരു മേധാവിത്വം എല്ലാ പഞ്ചായത്തുകളിലും നടത്തിയിരുന്നു. അത് കോട്ടയം ജില്ലയിൽ LDF ഒരു ആധിപത്യം ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസ് എമ്മിൻ്റെ LDFിലേക്കുള്ള വരവ് തന്നെയാണ്. കോട്ടയം ജില്ലകളിൽ LDFന് ആധിപത്യം നേടിക്കൊടുത്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2020 കോട്ടയം ജില്ലയിൽ ഗ്രാമപഞ്ചായത്ത് 71 LDF 39 സീറ്റുകളായിരുന്നു അന്ന് കോട്ടയം ജില്ലയിൽ മാത്രം ഗ്രാമപഞ്ചായത്തുകളിൽ LDF സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ 20 ജില്ലകളിലാണ് 20 സീറ്റുകളാണ് UDF പിടിച്ചെടുത്തത്. NDA അതുപോലെ തന്നെ 2 സീറ്റുകളും നേടിയിരുന്നു. NDA ഇതുവരെ 2020 വളരെയധികം മുന്നോട്ട് വരാൻ NDAക്ക് സാധിച്ചില്ലായിരുന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. മുത്തോലി, പല്ലികത്തോട് എന്നീ 2 വാർഡുകൾ മാത്രമാണ് NDAക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തുമ്പോഴും കൃത്യമായ ആധിപത്യം തന്നെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. 10 വാർഡുകളാണ് LDF ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വന്തമാക്കിയത്. കൂടാതെ തന്നെ UDF ഒരു വാർഡും പിടിച്ചെടുത്തിരുന്നു. ഈരാറ്റുപേട്ടയിലാണ് UDF തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ LDF ആണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. UDFന്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്ത് LDF തങ്ങളുടെ ഭരണ നേട്ടം കൊണ്ട് തിരിച്ചു പിടിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും UDF തങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രചരണ രംഗത്തടക്കം സജീവമായിരുന്നത്. മുന്നണിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുമെല്ലാം നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും ഒട്ടേറെ വിവാദങ്ങൾ നമ്മൾ സാക്ഷിയായതാണ്. ഭരണപക്ഷത്തുനിന്നായാലും പ്രതിപക്ഷത്തുനിന്നായാലും അടക്കം ഒട്ടേറെ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അതെല്ലാം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും അവരുടെ പ്രചരണം അടക്കം മുന്നോട്ട് കൊണ്ടുപോരുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വർണ്ണ കവർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് UDFും അതുപോലെ NDA സ്ഥാനാർത്ഥികളും എല്ലാം അവരുടെ പ്രചരണം അല്ലെങ്കിൽ ആയുധമാക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സർക്കാർ ഈ കഴിഞ്ഞ വർഷങ്ങളിലടക്കം 10 വർഷത്തിലടക്കം നടത്തി വന്ന സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് LDF വോട്ട് പിടിക്കുന്നതെന്നും ഒരു പ്രത്യേകത നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ LDF കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ സീറ്റ് നൽകി നഷ്ടപ്പെട്ട സീറ്റുകൾ കൂടി തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അത് UDFന് തിരിച്ചടിയാകാം എന്നുള്ള ഒരു വിവരം കൂടി ലഭ്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു മാസകാലത്തെ പ്രചരണങ്ങൾക്കെല്ലാം. അതിനാൽ തന്നെ LDF അവരുടേതായ എല്ലാ സീറ്റുകളും പിടിക്കുക, സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക, കൈവിട്ട പോയ സീറ്റുകളെല്ലാം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ സീറ്റുകൾ നൽകിയാണ് ഇത്തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത്. CPMനേക്കാൾ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിനായിരുന്നു LDF നൽകിയത്. എന്നാൽ UDF ഈ സർക്കാരിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട വീഴ്ചകളെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കളത്തിലേക്ക് ഇറങ്ങിയത്. തങ്ങളുടെ വോട്ട് ആ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവാദപരമായ കാര്യങ്ങളെല്ലാം ചൂണ്ടി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പ്രചരണം നടത്തിയിരുന്നത്. കൂടാതെ തന്നെ UDFനെ കൂടി ചേർത്ത് പ്രചാരണ ആയുധമാക്കിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കൂടാതെ തന്നെ LDF സ്ഥാനാർത്ഥികളാവട്ടെ ഈ വർഷത്തെ സർക്കാരിൻ്റെ ക്ഷേമവർധന അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടങ്ങി ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് തന്നെയാണ് ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ ഗ്രാമപഞ്ചായത്താകട്ടെ ബ്ലോക്ക് പഞ്ചായത്താകട്ടെ ജില്ലാ പഞ്ചായത്തിലൊക്കെ തങ്ങളുടെ പ്രചരണം കൊഴുപ്പിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും സ്വർണ്ണപ്പാളി വിവാദം അടക്കം LDFന് ഒരു തിരിച്ചടി പലയിടത്തുനിന്നും ഉണ്ടാകുമെന്നായിരുന്നു UDF കരുതിയിരുന്നത്. അത് തന്നെ ആയുധമാക്കിയാണ് UDF തങ്ങളുടെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നിരുന്നാലും LDFന് മേൽക്കൈ ഉള്ള ഒരു ജില്ല തന്നെയാണ് കോട്ടയം. എന്നാൽ ആ മേൽക്കൈ ജില്ലാ പഞ്ചായത്ത് തങ്ങളുടെ UDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF പ്രചരണ രംഗത്തിറങ്ങുന്നത്. കോട്ടയം ജില്ലയിൽ NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുവരെ ശക്തമായൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ 2025ഓടെ പല വാർഡുകളാവട്ടെ അല്ലെങ്കിൽ പല പഞ്ചായത്തുകളിലും താമര വിരിയിക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDAയും മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ ശക്തമായ പോരാട്ടം തന്നെയാണ് കോട്ടയം ജില്ല സംബന്ധിച്ചിടത്തോളം ഈ മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരുന്നത്. പോരാട്ടം കോട്ടയത്ത് ഉണ്ടാകും എന്നുള്ളതാണ് കാർത്തു അറിയിക്കുന്നത്. LDFന് ഒരു മേൽക്കൈ നേടാനായിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കൂടുതൽ പരിഗണിച്ചതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പുറകിൽ നിന്ന്
നയിക്കുന്ന ഒരു രീതിയൊക്കെ ഇടതുപക്ഷം സ്വീകരിച്ചു. അത്തരത്തിൽ പ്രചരണങ്ങളൊക്കെ നടത്തി. അത് വിജയത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ LDF നിൽക്കുന്നു. അതോടൊപ്പം ഈ LDFനെ മറികടന്ന് തങ്ങൾ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ മറ്റ് രണ്ട് മുന്നണികളും കൂടി വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും കോട്ടയത്ത് നിന്നും നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേള. വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൻ്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 7 ജില്ലകളിലായി വോട്ടെടുപ്പ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. വൈകുന്നേരം 6 മണിക്കാണ് ഈ ആദ്യഘട്ടത്തെ വോട്ടെടുപ്പ് അവസാനിക്കുക. 36,000-ലധികം സ്ഥാനാർത്ഥികളാണ് ഇന്നിപ്പോൾ ജനവിധി തേടുന്നത്. 595 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വിധിയാണ് ഇന്നിപ്പോൾ ജനങ്ങൾ, കേരളത്തിലെ പകുതി ജനങ്ങൾ രേഖപ്പെടുത്തുന്നത്. നമ്മൾ തിരുവനന്തപുരം, എറണാകുളം, അങ്ങനെ കോട്ടയം, ഇടുക്കിയൊക്കെ അവിടുത്തെ വിവരങ്ങളൊക്കെ തന്നെ കടന്ന് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തിന് സമീപത്തേക്ക് കൊല്ലത്തേക്ക് വരികയാണ്. കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വിവരങ്ങളൊക്കെ നൽകുന്നത് അഞ്ജുവാണ്. അഞ്ജു, ഈ പ്രാദേശിക വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ പിഴവൊക്കെ കൊല്ലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ അവസാന ദിവസങ്ങളിലല്ല, അതായത് പ്രചരണം അവസാനിക്കാൻ വന്ന ഒരു ദിവസങ്ങളിലൊക്കെയാണ് ഈ പ്രശ്നമൊക്കെ അങ്ങ് രൂക്ഷമായത്. അതിനെ തുടർന്ന് നമ്മളൊക്കെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ വലിയ രീതിയിൽ ബാധിക്കുമോ കൊല്ലത്ത്? ഇപ്പോൾ നിലവിലെ കൊല്ലത്തെ ഒരു നില എങ്ങനെയാണ്? വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു അഞ്ജു? കാളിദാസ്, കൊല്ലത്ത് 85 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ് കൊല്ലം ജില്ലയെന്ന് പറയാം. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിലായാലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മേൽക്കോയ്മ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ട തന്നെയാണ് കൊല്ലം ജില്ലയെന്ന് നമുക്ക് പറയാം. ഈ 85 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ്, കൊല്ലത്തെ 85 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഗ്രാമപഞ്ചായത്തുകൾ 68 ഗ്രാമപഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 4 മുനിസിപ്പാലിറ്റിയിലേക്കും പിന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനിലേക്കുമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 22,54,848 വോട്ടർമാരാണ് കൊല്ലം ജില്ലയിൽ ആകെയുള്ളത്. അതിൽ 10,43,920 പുരുഷന്മാർ വോട്ടർമാരായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ 12,10,905 പേരാണ്. അതുപോലെ തന്നെ 23 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ പ്രവാസി വോട്ടർമാർ 48 ജില്ലയിലുള്ളത്. നമ്മൾ കൊല്ലം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ഒരു സെമി ഫൈനൽ എന്നോണമുള്ള രീതിയിലാണ് മുന്നണികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തിയത്. പിന്നെ കൊല്ലത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ, അതായത് 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ഈ പത്തനാപുരം ബ്ലോക്ക് ഡിവിഷനിൽ വോട്ടിംഗ് യന്ത്രം മാറിയ ഒരു വാർത്ത വന്നിരുന്നു. അതായത് നമ്മുടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ നിയമസഭാ മണ്ഡലം കൂടിയായിട്ടുള്ള പത്തനാപുരം ബ്ലോക്ക് ഡിവിഷനിലെ വോട്ടിംഗ് യന്ത്രമാണ് മാറിയത്. അതായത് നടുത്തേരിക്ക് പകരം തലവൂർ ഡിവിഷന്റെ യന്ത്രമാണ് ഇവിടെ എത്തിച്ചത്. അങ്ങനൊരു സംഭവം ഇന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൊല്ലം ജില്ലയിലെ 3 മുന്നണികളും, അതായത് LDF, UDF അതുപോലെ തന്നെ BJP 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു ശക്തമായ പ്രചാരണങ്ങൾ ഒക്കെ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു പ്രത്യേകതയുള്ളത്, കൊല്ലം ജില്ലയിൽ പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ 25 വർഷമായി കോർപ്പറേഷനാണ്, അതായത് കൊല്ലം കോർപ്പറേഷൻ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഇതാണ് കൊല്ലം കോർപ്പറേഷനിൽ നടക്കുന്നത്, കൊല്ലം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ്. കാരണം കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് 25 വർഷമായിരിക്കുകയാണ്. ഈ 25 വർഷവും LDF തന്നെയാണ് കോർപ്പറേഷനിൽ വിജയം നേടിയതെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത്തവണ
അത് മാറ്റി കുറിക്കാൻ വലതുപക്ഷത്തിന് BJPക്കോ ആകുമോ എന്ന ഒരു കാര്യവും നമുക്ക് അറിയേണ്ടതുണ്ട്. അതൊക്കെ തന്നെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനൊടുവിൽ അറിയാൻ കഴിയും. അതായത് 25 വർഷം കോർപ്പറേഷൻ ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. ഈ തവണ അതുണ്ടാകുമോ അതോ വലതുപക്ഷം നേടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനൊടുവിൽ അറിയാം. എന്തായാലും വലിയ രീതിയിലൊക്കെ തന്നെയുള്ള പ്രചരണങ്ങളൊക്കെയാണ് മുന്നണികളൊക്കെ തന്നെ നടത്തിയത്. നമുക്ക് അറിയാവുന്ന പോലെ 2020 തെരഞ്ഞെടുപ്പിൽ ഈ 68 കൊല്ലം ജില്ലയിലെ 68 ഗ്രാമപഞ്ചായത്തുകളിൽ 44ലും LDF ആയിരുന്നു ജയിച്ചത്. 17 ഇടങ്ങളിൽ മാത്രമാണ് UDF വന്നത്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി നോക്കിക്കഴിഞ്ഞാലും 4 മുനിസിപ്പാലിറ്റിയിൽ 3ലും LDFന് തന്നെയായിരുന്നു വിജയം. അതുപോലെ തന്നെ കോർപ്പറേഷൻ എടുത്താൽ 39 വാർഡുകളിലും LDF തന്നെയായിരുന്നു വിജയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും കൊല്ലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയം തന്നെ നമുക്ക് പറയാം. അതായത് എപ്പോഴും ഇടതുപക്ഷത്തിനോട് ഒരു ചായ്വുള്ള ഒരു ജില്ല തന്നെയാണ് കൊല്ലം എന്ന് പറയാം. അതായത് കോർപ്പറേഷനിലായാലും ഗ്രാമപഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിലായാലും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന് അതായത് ഇടതുപക്ഷം വിജയിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ പത്തനാപുരത്തും അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിലും ഒക്കെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ശക്തമായ രീതിയിലുള്ള ത്രികോണ മത്സരമാണ് അവിടേക്ക് തന്നെ നടക്കുന്നത്. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളും ജില്ലയിലുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ ഭാര്യയും ചടയമംഗലം മുൻ MLAയുമായിട്ടുള്ള R ലതാദേവി ജില്ലാ പഞ്ചായത്ത് ചടയമംഗലം ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട്. അതും ഈ ഒരു തെരഞ്ഞെടുപ്പിന് പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പ്രമുഖരായ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ജില്ലയിൽ മത്സരിക്കുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം കോർപ്പറേഷനിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനമായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിലേക്കാണ്. കഴിഞ്ഞ തവണ 6 സീറ്റിലേക്ക് കൊല്ലം കോർപ്പറേഷനിൽ 6 സീറ്റിൽ NDA വിജയിച്ചിരുന്നു. അപ്പം അതായത് BJP വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്താനും അതുപോലെ തന്നെ ആ സീറ്റിൽ കൂടുതൽ നേടാനും ഒരു മത്സരമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ UDFനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ കോട്ട പിടിക്കാൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുമോ എന്നുള്ള ഒരു ഇതും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും കൊല്ലം ജില്ലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ മലയോര മേഖലകൾ എടുക്കുകയാണെങ്കിൽ ഈ വന്യജീവി ആക്രമണം, അതുപോലെ തന്നെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ കൊല്ലം ജില്ലയിൽ ഒരു മാറ്റമുണ്ടാകുമോ? അതായത് ഇത്തവണയും കൊല്ലം ജില്ല ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമോ അതോ വലതുപക്ഷം കൊണ്ടുപോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റും. എന്തായാലും വലിയ രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. പോളിംഗ് ബൂത്തുകളിലൊക്കെ വലിയൊരു നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ കൊല്ലം ജില്ലയിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം 61 കൊല്ലം ജില്ലയിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ 61 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അപ്പോൾ ഈ ബൂത്തുകളിലൊക്കെ തന്നെ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ നടപടികളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 61 പ്രശ്നബാധിത ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള നടപടികൾ, അതായത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ കൊല്ലം ജില്ലയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പിലൂടെ അറിയാൻ സാധിക്കും. എന്തായാലും രാവിലെ 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് മികച്ച രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു വോട്ടിംഗ് യന്ത്രം മാറിയെന്നുള്ള ഒരു വാർത്തയല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാളിദാസ്. ശരി, കൊല്ലത്തെ വിവരങ്ങൾ അഞ്ജുവാണ് നൽകിയത്. നമ്മൾ കൊല്ലത്തു നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പ്രസാദ് MJ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രസാദ്, നമ്മൾ ഈ സംസ്ഥാന വ്യാപകമായി ഈ പ്രചരണം നടത്തിയത്, അല്ലെങ്കിൽ UDF പ്രചരണം നടത്തിയ ഒരു പ്രധാനപ്പെട്ട UDF മുന്നോട്ട് വെച്ച പ്രചരണായുധം, BJP മുന്നോട്ട് വെച്ച പ്രചരണായുധം സംസ്ഥാന വ്യാപകമായി ശബരിമല സ്വർണ്ണ കവർച്ച തന്നെയായിരുന്നു. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ ആ ഒരു സംസ്ഥാന വ്യാപകം എന്ന് പറയുന്നത് അതൊരു പ്രാദേശിക വിഷയമാകുന്ന സാഹചര്യം കൂടിയാണ് എന്ന് തോന്നുന്നു അല്ലേ പ്രസാദ്? എങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വോട്ട് രേഖപ്പെടുത്തിയത്? പ്രമുഖർ ആരൊക്കെ?
കാലദിവസം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലം മാറി കുമ്പഴ MD LP സ്കൂളിലാണ്. ഇപ്പോൾ ഏകദേശം 8:15 കൂടി നമ്മുടെ ഇവിടുത്തെ MLAയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ വീണ ജോർജ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തും. അങ്ങനെ മാധ്യമങ്ങളെല്ലാം മന്ത്രിയെ കാത്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ മറ്റേ അടൂർ പ്രകാശ് അടൂര് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു. പിന്നെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലായിരിക്കും ആന്റണി MP 10:30 വോട്ട് ചെയ്യുന്നത് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് കാളിദാസ. പക്ഷെങ്കിൽ കാളിദാസ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഗ്രാമീണ മേഖലയിൽ ഏകദേശം 7:30 കൂടിയാണ് പലയിടത്തും വോട്ടിംഗ് തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. പല പ്രദേശത്തും വോട്ടിംഗ് മെഷീന്റെ തകരാറുകൾ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുമായി ആ തർക്കം പരിഹരിച്ച് വോട്ടിംഗ് ശതമാനം മുന്നോട്ട് പോവുകയാണ്. പക്ഷെങ്കിൽ കാളിദാസൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വ്യക്തമായ ഒരു ലീഡ് അല്ലെങ്കിൽ കൃത്യമായ ഒരു പോളിംഗ് ശതമാനം ഉച്ചയോടുകൂടിയേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ എങ്കിലും ഗ്രാമീണ മേഖലയിൽ 3 വോട്ടിംഗ് മെഷീനാണ്, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അത് നഗരസഭകളിലേക്ക് വരുമ്പോഴത്തേക്കിന് പത്തനംതിട്ട നഗരസഭയാണ്. അവിടെ നഗരസഭയും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തുമാണ്. അപ്പൊ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ തണുത്ത ഒരു മന്ദഗതിയിലുള്ള ഒരു പോളിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് കോൺഗ്രസിന് ഒരു മേൽക്കൈ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഇവിടെ കാരണം സർക്കാരിനോടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും പ്രത്യേകിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള ഈ സ്വർണ്ണക്കൊള്ളയുടെ ഒരു പ്രതിഫലനം തന്നെ ഇവിടെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും എന്നാണ് കാളിദാസ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്. പ്രസാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച എന്നുള്ളത് മറ്റ് ജില്ലകൾക്ക് അതൊരു വലിയ സംസ്ഥാന വ്യാപകമായൊരു വിഷയം എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ അത് ഒരു പ്രാദേശിക വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടവിടെ. അപ്പോൾ അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ UDF-നും BJP-ക്കുമൊക്കെ അനുകൂലമായേക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറയാനുള്ള സാധ്യത അധികമാണ് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും പോളിംഗ് ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തി വരികയാണ്. പത്തനംതിട്ടയിൽ അടൂർ പ്രകാശ് വോട്ട് രേഖപ്പെടുത്തി. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഇനി പോകാനുള്ളത്, ഇനി അറിയേണ്ടത് ആലപ്പുഴയിലെ വിവരങ്ങളാണ്. സോനയാണ് ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകുന്നത്. സോന, ഈ അടുത്ത കാലത്ത് ഈ ആലപ്പുഴയെ സംബന്ധിച്ച് BJP-ക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായതായാണ് നമുക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത്. ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ BJP-യുടെ ഒരു കുതിപ്പ് ഉണ്ടാകും എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. എങ്ങനെയാണ് സോന ഇപ്പോൾ അവിടെ നിന്നും പോളിംഗിനെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ ആളുകളുടെ നീണ്ട നിര ക്യൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തദ്ദേശ വോട്ടെടുപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ആലപ്പുഴയിൽ 91 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാനമായും 72 ഗ്രാമപഞ്ചായത്ത്, 12 ബ്ലോക്ക് പഞ്ചായത്ത്, 6 മുനിസിപ്പാലിറ്റി, ഒരു ജില്ലാ പഞ്ചായത്തിലേക്കാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല പ്രധാനമായിട്ടും ഒരു LDF-ന്റെ ഒരു കോട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആലപ്പുഴ ജില്ലയെ. കഴിഞ്ഞ 2020 മറ്റും ഈ 72 ഗ്രാമപഞ്ചായത്തുകളിൽ 50 LDF പിടിച്ചെടുത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 14 മാത്രമാണ് UDF-ന് സ്വന്തമാക്കാൻ സാധിച്ചത്. അതിൽ ഒരെണ്ണത്തിൽ NDA-ക്കും പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോഴത്തേക്കും LDF തന്നെയാണ് വിജയിച്ചിരുന്നത്. ഒരൊറ്റ സീറ്റ് മാത്രമാണ് UDF-ന് 2020 പിടിച്ചെടുക്കാൻ സാധിച്ചിരുന്നത്. പ്രധാനമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിലും LDF-ന് ശക്തമായ നിലനിർപ്പിക്കുന്ന ഒരു ജില്ല തന്നെയാണ് ആലപ്പുഴ. മാത്രമല്ല UDF-ന്റെ ശക്തമായ ഒരു പോരാട്ടം തന്നെ എന്തായാലും ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ശക്തമായി തന്നെയാണ് പോരാട്ടം കുറിക്കുന്നത്. എന്തായാലും NDA ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം എടുത്തു പറയേണ്ട ഒന്നാണ്. ആലപ്പുഴ ജില്ല സ്വന്തമാക്കാനുള്ള അല്ലെങ്കിൽ ഒരു താമര വിരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് NDA സഖ്യം എന്തായാലും മുന്നിലേക്ക് വരുന്നത്. പ്രധാനമായിട്ടും ആകെ 5395 സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. അതിൽ പ്രധാനമായിട്ടും സ്ത്രീ സ്ഥാനാർത്ഥികൾ 2947 പേരും പുരുഷ സ്ഥാനാർത്ഥികൾ 2448 പേരുമാണ് ഇന്ന് എന്തായാലും വോട്ടെടുപ്പിലേക്ക് എന്തായാലും എത്തുന്നത് വോട്ട് ചെയ്യാനായിട്ട്. ഇത് 499 സ്ത്രീ സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല ഏകദേശം ഒരു വോട്ടർമാരുടെ ഒരു എണ്ണം എടുക്കുകയാണെങ്കിൽ 17 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. അതിൽ ഏറെക്കുറെ 8 ലക്ഷത്തിലധികവും പുരുഷന്മാരുടെ ഒരു സാന്നിധ്യമാണ് കാണുന്നത്. എന്തായാലും ആലപ്പുഴ ജില്ല തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. KC വേണുഗോപാലിൻ്റെ അടക്കമുള്ള ഒരു സാന്നിധ്യത്തിൽ തന്നെയായിരിക്കാം UDF ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള കടുത്ത ശ്രമം നടക്കുന്നത്. ഇതിനായി തന്നെ കൊട്ടിക്കലാശം പോലുള്ള പ്രചരണ വേളകളിലും മറ്റുമൊക്കെ
പ്രധാനമായിട്ടും LDFിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് LDFിൻ്റെ പ്രധാനമായിട്ടും പോരായ്മകൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു UDFിൻ്റെ പ്രചാരണ വേളകളും മറ്റും നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല NDയും അതുപോലെ തന്നെ കൃത്യമായി തന്നെ ശ്രമിക്കുകയാണ്. ഒരു ആലപ്പുഴയിൽ കൃത്യമായി തന്നെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ തന്നെയാണ് NDയുടെയും ശ്രമം. എന്തായാലും പ്രധാനമായിട്ടും തദ്ദേശ വോട്ടെടുപ്പിൽ ആകെ 5395 സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് എന്തായാലും ഉള്ളത്. സ്ത്രീ സ്ഥാനാർത്ഥികൾ പ്രധാനമായും 2947 ആളുകളും പുരുഷ സ്ഥാനാർത്ഥികളിൽ 2448 സ്ഥാനാർത്ഥികളുമാണ് ഉള്ളത്. മാത്രമല്ല ഈ വാർഡുകളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും വാർഡ് വിഭജനത്തിന് ശേഷമുള്ളത് 1666 വാർഡുകളാണ് ആകെ ജില്ലയിലുള്ളത്. അപ്പം അതിൽ പ്രധാനമായും ഗ്രാമപഞ്ചായത്തിൽ 1253 വാർഡും ബ്ലോക്ക് പഞ്ചായത്തിൽ 170 വാർഡും ജില്ലാ പഞ്ചായത്തിൽ 24 വാർഡ് മുനിസിപ്പാലിറ്റിയിൽ 219 വാർഡുകളാണ് വാർഡുകളുടെ ഒരു കണക്കിൽ പെടുന്നത്. എന്തായാലും 91 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശക്തമായി തന്നെ കൃത്യമായി തന്നെ പ്രചരണങ്ങളും കാര്യങ്ങളും മറ്റും നടന്നിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ. ഉള്ള സീറ്റ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് LDF. എന്നാൽ ഇനി സീറ്റ് തിരികെ പിടിച്ച് ഭരണത്തിലേക്ക് എത്താനാണ് UDF ശ്രമിക്കുന്നത്. മാത്രമല്ല BJP ഇനി എന്തായാലും ആലപ്പുഴയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മറ്റും 2-3 ഇടങ്ങളിലൊക്കെ തന്നെ എടുത്തു പറയേണ്ട 2-3 ഇടങ്ങളിൽ തന്നെ NDA ആധിപത്യം സ്ഥാപിച്ചിരുന്നു. എന്തായാലും ഇനിയും ആലപ്പുഴയിൽ കൃത്യമായ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ തന്നെയാണ് NDയും ശ്രമിക്കുന്നത്. കാളിദാസ്. ശരി, സോനയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നിർണായകം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറെ താങ്ങ് നൽകിയിട്ടുള്ള ഒരു മണ്ണാണ് ആലപ്പുഴയുടെ മണ്ണ്. പുന്നപ്ര വയലാർ സമരം നടന്ന മണ്ണാണ്. ഇടതുപക്ഷത്തിന് വലിയൊരു ആധിപത്യമുള്ള ജില്ലയാണ്. അവിടെ ഇത്തവണയും ഇടതുപക്ഷത്തിന് ഒരു ആധിപത്യം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ അതിന് ഇടങ്കോലിടുന്ന തരത്തിലുള്ളൊരു മുന്നേറ്റം NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളൊക്കെ ലഭിക്കുകയും കൂടി ചെയ്യുന്നു. എന്തായാലും ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഒരു ത്രികോണ പോരാട്ടം എന്നുള്ളത് പൂർണ്ണമായും പറയാൻ സാധിക്കില്ലെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കറുത്ത കുതിരയായി BJP NDA മുന്നോട്ട് വരും എന്നുള്ളതൊക്കെയാണ് BJP പ്രവർത്തകർ NDA പ്രവർത്തകരൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിലാണ് ഈ 7 ജില്ലകളിലെ വിവരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന ജില്ലയാണ്. കോർപ്പറേഷൻ ഭരണം തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ പുലർത്തുന്നു NDA. ഒപ്പം UDFിനെ സംബന്ധിച്ച് ശക്തനായ ഒരു മേയർ സ്ഥാനാർത്ഥിയുണ്ട്. മുൻ MLA ആയ ഒരു മേയർ സ്ഥാനാർത്ഥിയുണ്ട്. LDFിലേക്ക് വരുമ്പോൾ മുൻ മേയറുടെ സഹോദരിയാണ് അവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. എന്തായാലും എല്ലാ മുന്നണികളും പ്രതീക്ഷകൾ ഒട്ടും കൈവിടുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ LDFിന് ഒരു വലിയൊരു മേൽക്കോയ്മ ഈ 2025 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം വരുമ്പോഴും അവിടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ അങ്ങനെ വരില്ല എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിൽ ചില കാരണങ്ങളും അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച ഒക്കെ തന്നെയാണ് ഈ സംസ്ഥാനമെങ്ങും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രചാരണ ആയുധമാക്കി മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ഒപ്പം നിരവധി പ്രാദേശിക വിഷയങ്ങളുണ്ട്, വിമതരുണ്ട്, സ്വതന്ത്രരുണ്ട്. കൂടുതൽ വോട്ട് പിടിച്ചേക്കുമെന്നുള്ള വിമതരെല്ലാം കൂടുതൽ വോട്ടുകൾ വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും എന്നുള്ളതും ആണ് ഞങ്ങൾ കരുതുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനജീവിതം ദുസ്സഹമാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ UDF ഇപ്രാവശ്യം തിരിച്ചു വരും. പിടിച്ചെടുക്കുക എന്നുള്ളതാണല്ലേ LDF ആണെങ്കിൽ അവർ നിലനിർത്തും എന്നുള്ളതും കൂടിയാണ്. ഒരു കാരണവശാലും ജനങ്ങൾ അതിന് സമ്മതിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കൊച്ചി നഗരജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു നരക ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ UDFന് വലിയ പ്രതീക്ഷയാണ്. വലിയ ഭൂരിപക്ഷത്തോടെ UDF തിരിച്ചു വരും. ദീപ്തി മേരി വർഗീസാണ് കൊച്ചി കോർപ്പറേഷനിൽ സ്റ്റേഡിയം വാർഡിൽ സ്ഥാനാർത്ഥിയാണ്. വിജയപ്രതീക്ഷ പങ്കുവെക്കുകയായിരുന്നു. നമ്മൾ ഇടുക്കിയിലേക്കൊന്ന് പോകുന്നു. പൂർണ്ണമായും നമുക്ക് ഇടുക്കിയുടെ വിവരങ്ങൾ പൂർണ്ണമായി അങ്ങ് ലഭിച്ചില്ല. ബിനീഷ് ആൻ്റണിയുണ്ട്. ബിനീഷ് നേരത്തെ KC വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് പോയതുകൊണ്ട് ബിനീഷിൽ നിന്നും മുഴുവൻ വിവരങ്ങൾ നമുക്ക് ലഭിച്ചില്ല. എങ്ങനെയാണ് ബിനീഷ് വിവരങ്ങൾ? കാളിദാസ്, ഇടുക്കി ജില്ലയെ അപേക്ഷിച്ചത് 52 ഗ്രാമപഞ്ചായത്തുകളും 8 ബ്ലോക്ക് പഞ്ചായത്തുകളും 2 നഗരസഭകളും 1 ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ 63 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 1056 നിയോജക മണ്ഡലം വാർഡുകളിലേക്കാണ് ഇന്ന്
ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ 9,71,200 വോട്ടർമാരുണ്ട്. ഇതിൽ 4,40,167 പുരുഷന്മാരും 4,65,925 സ്ത്രീകളും 10 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നുണ്ട്. 7 പേർ പിന്നെ പ്രവാസികളാണ്. ഉദ്യോഗസ്ഥരായ അതോടൊപ്പം തന്നെ ജില്ലയിൽ 1192 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇതിൽ 73 നഗരസഭകളിലും 1119 ബൂത്തുകൾ ഗ്രാമങ്ങളിലുമാണ്. അതോടൊപ്പം തന്നെ വോട്ടെണ്ണലുമായി ജില്ലയിൽ 10 കേന്ദ്രങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. 83 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ 3100 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലേക്ക് 2494 സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 310, ജില്ലാ പഞ്ചായത്തിൽ 61, നഗരസഭയിൽ ഇത്തരത്തിലുള്ള 235 പേരും ഇതിനെ മത്സരിക്കുന്നുണ്ട്. ഏതായാലും തദ്ദേശ ഫലം 2020 അപേക്ഷിച്ച് ഇടുക്കി ജില്ലയിൽ 52 ഗ്രാമപഞ്ചായത്തുകളിൽ 23 LDFും 22 UDFുമായിരുന്നു. അതോടൊപ്പം തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 LDFും 4 UDFുമായിരുന്നു. മുനിസിപ്പാലിറ്റി UDFും അതോടൊപ്പം തന്നെ ഒരു സ്വതന്ത്രർ ഒരു വാർഡിലും വിജയിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ഏതായാലും ഇത്തരത്തിൽ ആണ് ഒരു ഇടുക്കിയുടെ കാര്യങ്ങൾ എന്ന് പറയാൻ. ഏതായാലും രാവിലെ മുതൽ തന്നെ 7 മണിക്ക് മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തണുപ്പ് ശക്തമായ മൂന്നാറിനടക്കമുള്ള പ്രദേശങ്ങളിൽ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചെങ്കിലും കാര്യമായ പോളിംഗ് രേഖപ്പെടുത്തിയിട്ട് അല്പസമയത്തിനകം തന്നെ പോളിംഗ് ശതമാനം കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം വിവിധ ബൂത്തുകളിലെല്ലാം തന്നെ വലിയ സുരക്ഷാ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. സുഗമമായി പോളിംഗ് നടക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല മേഖലകളിലും ഉൾമേഖല, അതായത് ആദിവാസി നദികളിലടക്കം പോളിംഗ് സുഗമമാക്കുന്നതിന് വേണ്ട വനവകുപ്പിന്റെ ഇടപെടലും അതുപോലെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയടക്കമുള്ള വന്യമൃഗ ശല്യമുള്ള സ്ഥലങ്ങളിൽ തന്നെ ആളുകൾക്ക് സുഗമമായി പോളിംഗ് നടക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാച്ചർമാരെ എല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിൽ, അതായത് കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെല്ലാം തന്നെ വാച്ചർമാരുടെ നിരീക്ഷണവും ശക്തമാക്കേണ്ടതായാലും ഇടുക്കിയെ അപേക്ഷിച്ച് അല്പസമയത്തിനകം പോളിംഗ് ശതമാനം കൂടുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആന്റണിയാണ് ഇടുക്കിയുടെ വിവരങ്ങൾ കൂടി